ഈ ഒരു വീഡിയോയില് നമ്മൾ നോക്കാൻ പോണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അപ്പോ നിങ്ങൾക്കറിയാം, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സാമിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു നാട്ടിലോട്ട് കടന്നു ചെല്ലുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു നാട്ടിലോട്ട് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ നാട്ടുകാരെ പറ്റി പഠിക്കും, അവിടുത്തെ നാടിന്റെ കണ്ടീഷനൊക്കെ പറ്റി പഠിക്കും. അതുപോലെയാണ് ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കണം? അവിടുത്തെ ആൾക്കാരെ പറ്റി പഠിക്കണം, ആ നാടിനെ പറ്റി പഠിക്കണം, അല്ലേ? അപ്പോൾ ചിലപ്പോ ഞാൻ പറയുന്നതിന്റെ ഇടക്ക് കുറെ, ഇത് അത്യാവശ്യം വലിയൊരു പോർഷൻ ആണ്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഇടക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അത് അത്രയ്ക്കും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ടാണ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് വെച്ചിട്ട് റെഫർ ചെയ്യണം കൂടുതലും. കാരണം ഇത് ഞാൻ ചിലപ്പോൾ ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കണ്ടന്റും ചിലപ്പോൾ അവിടെ പറയാൻ പറ്റിയെന്ന് പറഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ തന്നെ ഒരു ക്ലോഷർ ഇട്ട് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോ എന്താ, ഹാരപ്പയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എല്ലാവർക്കും മീൻസ് ആദ്യത്തെ എക്സ്കവേറ്റഡ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഹാരപ്പയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ആദ്യത്തെ എക്സ്കവേറ്റഡ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തട്ട ഒരു 2500ക്കും 1750 വർഷങ്ങൾക്ക് മേലെ, ഓക്കെ, ഏകദേശം ഒരു 2500 1750 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഐഡിയ ഒക്കെ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? കാർബൺ ഡേറ്റിംഗ് വഴി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ട് കാർബൺ ഡേറ്റിംഗ് വഴി കിട്ടുന്ന ഐഡിയയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3-4 ഹെഡിങ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കവർ ചെയ്യും. ഒന്ന്, അവരുടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്ന സാധനം. അവരുടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തത് ഹാരപ്പൻ എക്കണോമി. രണ്ടാമത്തെ എന്താണ്? ഹാരപ്പൻ എക്കണോമി. മൂന്നാമത്തത് ഹാരപ്പൻ സൊസൈറ്റി കൾച്ചർ. നാലാമത്തത് ഹാരപ്പൻ പൊളിറ്റി. അഞ്ചാമത്തത് ഹാരപ്പയുടെ ഡിക്ലൈൻ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു PDF ഞാൻ ചുമ്മാ എടുത്തിട്ടിരിക്കുന്നതാണ്, കാരണം ഞാൻ ഇതിലുള്ളതൊന്നുമല്ല നോക്കി പറയാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി കുറച്ച് പിക്ചേഴ്സ് വേണം. അപ്പൊ പിക്ചേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ സാധനം എടുത്തിട്ടിരിക്കുന്നത്. ഇത് പ്യൂർലി NCERT ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ എക്സ്കവേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്കവേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന ദയാറാം സാഹിനി. ആരാണ്? ദയാറാം സാഹിനി 1921 രവി റിവറിന്റെ തീരത്ത് ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് എന്ത് ചെയ്തു? എക്സ്കവേറ്റ് ചെയ്തു. അതുകൊണ്ട് ആദ്യം എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് പറഞ്ഞു? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആർ ഡി ബാനർജി മോഹൻജദാരോ, ഇൻഡസ് റിവറിന്റെ തീരത്ത് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ പഠിച്ചേക്കണം. ബാക്കിയുള്ള സൈറ്റും ബാക്കിയുള്ള ആൾക്കാരും നിങ്ങളുടെ ലൂസന്റിന്റെ ബുക്കോ അല്ലെങ്കിൽ കിരൺസിന്റെ ബുക്കിലോ ഒക്കെ കാണും. അത് നിങ്ങൾ നോക്കി പഠിച്ചേക്കണം. ഇനിയിപ്പോ ഈ ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പേരിട്ടത് അല്ലെങ്കിൽ പേര് കൊടുത്തത് കോയിൻ ചെയ്താരാ? ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. കാരണം ഇത് കണ്ടെത്തിയത് ഇൻഡസ് റിവറിന്റെ തീരത്താണ്. വെയിറ്റ് കണ്ട, ഇൻഡസ് റിവറിന്റെ തീരത്താണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാചീന കാലത്തെ സിന്ധു റിവറിന്റെ തീരത്ത്. അപ്പൊ ഈ സിന്ധു നദി തട സംസ്കാരം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഇത് ബ്രോൺസ് ഏജ് കാലഘട്ടമാണ്.
ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രോൺസ് ഏജ് കാലഘട്ടത്തെ പറ്റിയാണ്. ഇതിന്റെ എക്സ്റ്റെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നോർത്ത് മോസ്റ്റ് പോയിന്റിൽ മാണ്ട എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനിയിപ്പോ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂക്താജെൻഡ. ഓക്കെ, അതുപോലെ തന്നെ ഈസ്റ്റ് മോസ്റ്റ് വരുന്ന ആലങ്കിർ ആണ്. ആലങ്കിർപൂർ ഇതിനകത്ത് ഇല്ല, ആലങ്കിർപൂർ. ഓക്കെ, ആലംഗിർപൂർ, ആലംഗിർപൂർ. പിന്നെ സദേൺ മോസ്റ്റ് വരികയാണെങ്കിൽ ദൈമാബാദ് ആണ്. മഹാരാഷ്ട്രയിലുള്ള ദൈമാബാദ്. ഇതാണ് ഇതിന്റെ നമ്മൾ എക്സ്റ്റെന്റ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, എക്സ്റ്റെന്റ് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, അതായത് നിങ്ങൾ ഒരു നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ജോഗ്രഫിനെ പറ്റി പഠിച്ചു, അവിടുത്തെ ഏരിയനെ പറ്റി ഫസ്റ്റ് പഠിച്ചു. ഏറ്റവും മുകളിലുള്ള ഏതാ? മാണ്ട, ജമ്മു കാശ്മീർ ആണ്. അടുത്ത സൂക്താജെൻഡ, അടുത്തത് ആലംഗിർപൂർ, അടുത്തത് ദൈമാബാദ്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഈ കാലഘട്ടത്തിന് ഒന്ന് സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ, മെച്യൂർ ഹാരപ്പൻ സിവിലൈസേഷൻ, ലേറ്റർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കും. ഇനി ഞാൻ നേരെ പോകുന്നത് ഹാരപ്പൻ സൊസൈറ്റിനെ പറ്റി പറയാനാണ്. ഓക്കെ, ഹാരപ്പൻ സൊസൈറ്റിനെ പറ്റി പറയാണ്. അപ്പൊ ഹാരപ്പൻ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അർബൻ സൊസൈറ്റിയാണ്. അർബൻ സൊസൈറ്റിയാണ് ഹാരപ്പൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അർബൻ സൊസൈറ്റിയാണ്. ഈ ഹാരപ്പൻ സൊസൈറ്റിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്ന് സോഷ്യൽ ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് റൂളേഴ്സും റിച്ച് മർച്ചന്റ്. അടുത്തത് മൂന്നാമത്തത് പുവർ ലേബറേഴ്സ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് അവിടങ്ങളിൽ കാണപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിൽ മാട്രിയാർക്കിയൽ സൊസൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ടെറാക്കോട്ട ഫിഗേഴ്സ്, സ്റ്റാച്ചുവിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ മാട്രിയാർക്കിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ നിങ്ങൾക്ക് സിറ്റിന്റെ കേസിൽ, സിറ്റി സൊസൈറ്റി ആണെന്നല്ലേ പറഞ്ഞത്. സിറ്റികളിൽ തന്നെ ചില സ്ഥലത്ത് ഫോർട്ടിഫിക്കേഷൻ കാണാമായിരുന്നു. ചുറ്റുമതിൽ പോലത്തെ സെറ്റപ്പ്, ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ ഇത് എവിടെയായിരുന്നു ഇതിന്റെ എവിഡൻസ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധോളാവീര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഫോർട്ട് വിത്തിൻ ഫോർട്ട് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ അർബൻ സൊസൈറ്റി ആണ്. മൂന്ന് സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു: റൂളർ, റിച്ച്, മർച്ചന്റ്, ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സോ ഞാൻ ആദ്യമേ തന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈറ്റുകളൊന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളുടെ പൊസിഷൻ ഒന്ന് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ സൈറ്റുകളൊന്ന് ഓർത്ത് വെച്ചേക്കണം. സൂക്താജെൻഡർ, മോഹൻജദാരോ, ധോളാവിര, ദെൻ ശാൻഹുദാരോ, അമ്രി, ദെൻ ഇവിടെ വരാം മാണ്ട, രാഖി ഗർഹി, ഭാനാവാലി, കാലിബംഗൻ, ലോത്തല്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിന്നീട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന സൈറ്റുകൾ ഇത് കണ്ടല്ലോ, ഈ പറയുന്ന ഡോട്ടഡ് ലൈന് പോകുന്നത് ഇന്ത്യയുടെ ഒറിജിനൽ ബൗണ്ടറീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏകദേശം ഏത് സ്റ്റേറ്റ് ഒക്കെയാണെന്ന് എനിക്ക് ഇതിന് ഏകദേശം മനസ്സിലാവും. ലോത്തലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്? ലോത്തൽ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്താണ്. കാലിബംഗാൾ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചേ? ഞാൻ മറന്നുപോയി. ഇപ്പൊ പഠിച്ചത് സൊസൈറ്റി, അവരുടെ സൊസൈറ്റി. ഇനി സൊസൈറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ അഗ്രികൾച്ചറിനെ പറ്റി പഠിക്കാം. എങ്ങനെയായിരുന്നു അവരുടെ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അഗ്രികൾച്ചറൽ ബേസ്ഡ് കാര്യങ്ങൾ. ബ്രോൺസ് ഏജ് ആയിരുന്നു. അവിടെ ഇരിക്കട്ടെ. അഗ്രികൾച്ചർ അല്ല വേണ്ടല്ല, നമുക്ക് ടൗൺ പ്ലാനിങ് പഠിച്ചാലോ? ഏതായാലും ഇതൊക്കെ പഠിക്കാനുള്ളതല്ലേ. അപ്പൊ നമുക്ക് ടൗൺ പ്ലാനിങ് പഠിക്കാം. കാരണം യുവന്മാരുടെ കേസിൽ, ഹാരപ്പൻ സിവിലൈസേഷന്റെ കേസിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്ന അവരുടെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ടൗൺ പ്ലാനിങ് പഠിക്കുന്നതല്ലേ അടുത്ത നാളില്. അപ്പോൾ ടൗൺ പ്ലാനിങ്ങിന്റെ കേസിൽ അവരുടെ സിറ്റീനെ അവരുടെ സിറ്റീനെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിരുന്നു. ഒന്ന് ഒരു ഉയർന്ന ഭാഗം, അവിടെയാണ് ഈ പറയുന്ന ഹയർ സൊസൈറ്റിയിൽ ഹയർ ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത് ഈ പറയുന്ന സിറ്റേഡലിലായിരുന്നു. ബാക്കിയുള്ള പാവം ആൾക്കാർ ജീവിക്കുന്ന ലോവർ ടൗണിലായിരുന്നു. ഓക്കെ, ഇത് പൊതുവെ സിറ്റേഡൽ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന സ്ഥലമായിരിക്കും. ഓക്കെ, ഈ പറയുന്ന സിറ്റേഡൽ. അപ്പൊ സിറ്റേഡൽ പൊതുവെ വരുന്നത് നമ്മുടെ സിറ്റിയുടെ വെസ്റ്റ് സൈഡ് ആയിരിക്കും. പൊതുവെ വരുന്ന സിറ്റിയുടെ വെസ്റ്റ് സൗത്ത് സൈഡ് ആയിരിക്കും. അപ്പൊ സിറ്റേഡൽ ഓർക്കണം, എന്താണ് സിറ്റേഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ ഉയർന്ന തട്ടിലുള്ള ആൾക്കാർ ജീവിച്ചു പോരുന്ന സിറ്റേഡലായിരുന്നു. ഹാരപ്പയിൽ ലോവർ ടൗണിലായിരുന്നു ആൾക്കാർ. ഇനി ചാൻഹുദാരോ, ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ചാൻഹുദാരോ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനിൽ സിറ്റി വിത്തൗട്ട് സിറ്റേഡൽ ഇല്ലാത്ത സ്ഥലമായിരുന്നു ചാൻഹുദാരോ. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് കാണിച്ചില്ലേ, ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ സിറ്റേഡൽ ഞാൻ കുറച്ചുകൂടി കാണിച്ചു തരാം. എവിടെ ഫോട്ടോ, ഈ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എടുത്തിട്ടത്. അതാ, കണ്ടല്ലോ. ഇതിപ്പോ നമ്മുടെ അവിടുത്തെ ഒരു ടൗൺ പ്ലാനിങ് പോലെ ഇത് വരുന്നത്. കുറച്ച് ഉയർന്ന പോർഷൻ ഇത്. ഇനിയിപ്പോ ഒരു പ്രത്യേകതയുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ടൗൺ പ്ലാനിങ്ങിന് ഫേമസ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ കൊണ്ടാണ്? ഒന്ന് ഈ പറയുന്ന ടൗൺ പ്ലാനിങ്. രണ്ടാമത്തത് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇവരുടെ ടൗൺ പ്ലാനിങ്ങിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ടൗണിനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് റെക്ടാങ്കുലർ സ്ക്വയർ ഷേപ്പിലായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ, ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, റെക്ടാങ്കുലർ സ്ക്വയർ ബ്ലോക്ക് പോലെയാണ് അവർ സിറ്റി അറേഞ്ച് ചെയ്തത്. ഇതൊക്കെ എങ്ങനെയാ മനസ്സിലായ? ഈ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കത്തില്ലേ, അപ്പൊ അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ ഇതേപോലെ സ്ക്വയർ ഷേപ്പ്ഡ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ബ്ലോക്ക് ആയിട്ടുള്ള അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ സാധനം മനസ്സിലായത്. അപ്പൊ ഗ്രിഡ് സിസ്റ്റം റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ബ്ലോക്ക് ആയിട്ടായിരുന്നു ടൗണിനെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇതുപോലെ ഈ ടൗൺ മേക്ക് ചെയ്യാനായിട്ട് ഇവര് ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. ഈ ബേൺഡ് ബ്രിക്സിനെല്ലാം തന്നെ പൊതുവെ പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സൈസ് ആയിരുന്നു. അത് ഒരു 1:2:4 റേഷ്യോ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ ഇവർക്ക് കൃഷി ചെയ്തിരുന്നല്ലോ. അപ്പൊ കൃഷി ചെയ്തിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു, ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ കിട്ടിയ എവിഡൻസിന്റെ ബേസിൽ നിന്നാണ് നമ്മൾ നോക്കുവേ. ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് ഡ്രെയിനേജ് സിസ്റ്റം. എല്ലാ ഹാരപ്പൻ സിറ്റിയും നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഫേമസ് ആയിരുന്നു. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ തന്നെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് മോട്ടാറ്, ലൈം, ജിപ്സം മുതലായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നതെന്നും പറയപ്പെടുന്നു. ഓക്കെ, പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? ഗ്രിഡ് സിസ്റ്റം ഉണ്ട്, ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തു, ഗ്രാനറീസ് ഉണ്ട്, ഡ്രെയിനേജ് സിസ്റ്റത്തിന് പേര് കേട്ട സിവിലൈസേഷൻ ആണ് ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ. അതിനുമുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ, ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ വേൾഡിൽ വന്നിരുന്ന ഒരു വേറെ സിവിലൈസേഷൻസ് ആണ് മെസോപ്പൊട്ടോമിയനും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇതിനെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എന്തുണ്ടായിരുന്നു? കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷന്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഫിഗർ കാണുമ്പോഴത്തേക്ക് ഏകദേശം കണക്റ്റ് ആവും. ഞാൻ ഇവിടുത്തെ റൈറ്റിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിറ്റേഡല് നോക്കിയേ, ഗ്രേറ്റ് ബാത്ത് ബ്ലോക്ക് ആയിട്ട് തിരിച്ചു. ദെൻ സൂബ ഏരിയ, വെയർ ഹൗസ്, അങ്ങനെ സോൺ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവരുടെ അഗ്രികൾച്ചറിലോട്ട് പോകാം. ഇവരുടെ
കാലഘട്ടത്തിലുള്ള അഗ്രികൾച്ചറിലോട്ട് പോകാം. അഗ്രികൾച്ചർ വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഫിഗർ വേണം. എനിക്ക് ഫിഗർ ഇല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കും. അഗ്രികൾച്ചർ ഇല്ല, ഫിഗർ ഇല്ല. നോക്കാം, സാരമില്ല, ഫിഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബുള്ളോക്കിന്റെ ഫിഗർ അതാണ് ഞാൻ നോക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും ആയിക്കോട്ടെ. അപ്പോ ഇനി ഹാരപ്പൻ സിവിലൈസേഷനിലെ അഗ്രികൾച്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ സെറ്റിൽഡ് ലൈഫ് മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, സെറ്റിൽഡ് ലൈഫ് മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണല്ലോ. അപ്പൊ അഗ്രികൾച്ചറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വീറ്റ് ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു. കാരണം വീറ്റിന്റെ എവിഡൻസ് നമുക്ക് മേഘർഗ് റീജിയനിൽ നിന്ന് കിട്ടിയപ്പോ റൈസിന്റെ എവിഡൻസ് ലോത്തൽ എന്ന് പറഞ്ഞ ഏരിയയിൽ നമുക്ക് കിട്ടി. ലോത്തൽ. ഇതുകൂടാതെ ബാർലിയുടെ എവിഡൻസ്, ബാർലി കൃഷി ചെയ്തിരുന്നു. എങ്ങനെ മനസ്സിലായി? ബാനാവാലി റീജിയൻ, നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ കണ്ട ബാനാവാലി റീജിയനിൽ നിന്ന് ഇതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടി. ബാനാവാലി റീജിയനിൽ നിന്ന് എവിഡൻസ് കിട്ടി. ഓക്കെ, ദെൻ കോട്ടൺ കൃഷി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. മോഹൻജദാരോ റീജിയനിൽ നിന്ന് നമുക്ക് ഇതിന്റെ എവിഡൻസ് കിട്ടി. മോഹൻജദാരോ റീജിയനിൽ നിന്ന് നമുക്ക് ഇതിന്റെ എവിഡൻസ് കിട്ടി. ഇനി കൃഷി ചെയ്തിരുന്നു എന്ന് പ്രൂഫ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്ലഫ്ഡ് ഏരിയാസ്, ഉഴുത് മറിച്ച ഏരിയാസ്, പ്ലഫ്ഡ് ഏരിയാസിന്റെ എവിഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? കാലിബഗാനിൽ നിന്ന് കിട്ടി. കാലിബഗാനിൽ നിന്ന് ആ ഒരു ഏരിയന്റെ എവിഡൻസ് കിട്ടി. അങ്ങനെ മനസ്സിലായി പ്ലഫ്ഡ് ഏരിയാസ് ഉണ്ടായിരുന്നു. ഇത് മാത്രമാണോ? ഇത് മാത്രമല്ല. ഈ പ്ലഫ്ഡ് ഫിഗർ, അതായത് ടെറാക്കോട്ട ഫിഗർ, കളിമൺ പോലത്തുള്ള സംഭവത്തിന്റെ ടെറാക്കോട്ട മോഡൽ, പ്ലഫ്ഡ് മോഡൽ, അതായത് പ്ലഫ്ഡ് ഏരിയന്റെ മോഡൽ ഓഫ് പ്ലഫിന്റെ ടെറാക്കോട്ട ഫിഗർ നമുക്ക് എവിടെ നിന്ന് കിട്ടി? ബാനാവാലിന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി നിലം ഉഴുതു മറിച്ചിട്ട് ഇവർ കൃഷി ചെയ്തിരുന്നു. ഇനി മാത്രമാണോ? ഇവർ ഈ കൃഷി ചെയ്ത സാധനങ്ങൾ ശേഖരിച്ചു വെച്ചു. ഒന്നെങ്കിൽ പിന്നീട് എപ്പോഴത്തേക്കെങ്കിലും ആകാം, അല്ലെങ്കിൽ പിന്നീട് കൃഷി ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ സീഡ്സ് സ്റ്റോർ ചെയ്തായിരിക്കാം. അതെങ്ങനെ മനസ്സിലായി? നമുക്ക് ഗ്രാനറീസ് കിട്ടി. ഗ്രാനറീസ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ധാന്യപ്പുര എന്ന് പറയാം. ഈ ധാന്യപ്പുരന്റെ എവിഡൻസ് എവിടെ നിന്ന് കിട്ടി? ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും ലോത്തലിൽ നിന്നൊക്കെ കിട്ടി. മോഹൻജദാരോ, ലോത്തൽ ഇവിടങ്ങളിൽ നിന്ന് എന്ത് കിട്ടി? ഗ്രാനറീസിന്റെ എവിഡൻസ് കിട്ടി. തെറ്റല്ലേ? ഗ്രാനറീസിന്റെ എവിഡൻസ് കിട്ടി. തീർന്നോ? ഇല്ല. ഇനി ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെ മനസ്സിലായി? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത് എങ്ങനെ മനസ്സിലായി? 2-3 കേസിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ഒന്ന്, കാറ്റില്, ഡോഗ് ഇതുപോലുള്ള ജീവികളുടെ സ്കെൽട്ടൺ മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ, കാറ്റ്, ഡോഗ്സ് മുതലായിട്ടുള്ള ജീവികളുടെ സ്കെൽട്ടൺ കിട്ടി. ഇത് കൂടാതെ ഹോഴ്സിന്റെ സ്കെൽട്ടൺ, ഹോഴ്സിന്റെ ബോണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. സൂക്തോദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. സൂക്തോദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹോഴ്സിന്റെ ബോണ് കിട്ടി. തീർന്നോ? ഇന്ത്യൻ റൈനോ, നോക്കട്ടെ, ചിലപ്പോ കാണുവേ. ഇന്ത്യൻ റൈനോവിന്റെ ബോണ് എവിടെ നിന്ന് കിട്ടി? അംറി എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടി. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ അംറിയൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടെ. ഞാൻ ചുമ്മാ മാർക്ക് ചെയ്തിട്ടല്ല. അംറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. ഓക്കെ, ഇല്ല ഫിഗറില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. അംറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. ഓക്കെ, AMRI. ഓക്കെ, ദെൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി കൃഷി ചെയ്തിരുന്നു, ഇന്നൊക്കെയാണ് കൃഷി ചെയ്തിരുന്നതെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഇവരെന്ത് ചെയ്തിരുന്നു? ഇവരുടെ ട്രേഡ് ബന്ധം നോക്കാം, അല്ലെ? നമുക്ക് ട്രേഡ് നോക്കാൻ വേണമെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡും കൊമേഴ്സും
നമുക്ക് നോക്കാം. അപ്പൊ ആൾക്കാരുടെ ട്രേഡും കൊമേഴ്സും നോക്കിക്കഴിഞ്ഞാൽ വേറെ പുറം നാടുകളുമായിട്ട് എന്ത് ചെയ്തിരുന്നു? ട്രേഡ് ബന്ധത്തിൽ ഏർപ്പെടുന്നിരുന്നു. അതെങ്ങനെ മനസ്സിലായി? സീലുകൾ കിട്ടി. അതായത് ഇപ്പൊ നമ്മള് ഈ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ചാക്കിന്റെ മുകളിൽ ഇങ്ങനെ സീൽ അടിച്ചു വെക്കത്തില്ലേ, പഞ്ച് പോലെ ഇങ്ങനെ, ആ സാധനത്തിനാണ് നമ്മൾ സീലുകൾ എന്ന് പറയുന്നത്. സീല് കിട്ടിയിരുന്നു. ആ സീലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് പുറം നാടുകളുമായിട്ട് എന്ത് ചെയ്തിരുന്നു എന്ന് മനസ്സിലായത്. ആം, എന്തോ ചെയ്തിരുന്നു, ട്രേഡ് ചെയ്തിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോ നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് സിലിണ്ടറിക്കൽ സീലുകൾ കിട്ടി. ഈ സിലിണ്ടറിക്കൽ സീലുകൾ എന്ന് പറയുന്നത് മെസോപ്പൊട്ടോമിയക്കാരുടെ പ്രത്യേകതയായിരുന്നു. മെസോപ്പൊട്ടോമിയ സിവിലൈസേഷൻ ഉള്ള ആൾക്കാരുടെ പ്രത്യേകതയായിരുന്നു. അപ്പോ ഈ സിലിണ്ടറിക്കൽ സീലുകൾ, മെസോപ്പൊട്ടോമിയയിലുള്ള സിലിണ്ടറിക്കൽ സീൽ ഇവിടെ വരണമെങ്കിൽ എന്താണ് ആക്ച്വലി വരേണ്ടത്? നമ്മൾ ട്രേഡ് നടത്തിയിരുന്നു എന്നതിന്റെ ഇതായിരുന്നു. ഇനി ആ സമയത്ത് നാണയങ്ങളും പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോ നാണയവും പൈസയൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സംഭവം? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. ബാർട്ടർ സിസ്റ്റം. ഓക്കെ, ഒന്ന് കൊടുത്തിട്ട് മറ്റൊന്ന് വാങ്ങിക്കുന്ന ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നിലനിന്ന് പോയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാർട്ടർ സിസ്റ്റം നിലനിന്നപ്പോഴത്തേക്ക് എന്ത് മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായ? നമുക്ക് എവിഡൻസ് കിട്ടി. ബുള്ളോക്കാട്ടിന്റെ എവിഡൻസ് കിട്ടിയായിരുന്നു. ബുള്ളോക്കാട്ടിന്റെ ടെറക്കോട്ട ഫിഗർ കിട്ടിയായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലായത്. ഇനിയിപ്പോ ഇവര് വെയിറ്റ് മെഷേഴ്സിന്റെ കേസിൽ വിഷയ ആൾക്കാരായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള. അതായത് വെയിറ്റ് എടുക്കുന്നതിലും മെഷർമെന്റ് എടുക്കുന്നതിലും എന്ത് ചെയ്തു? വിഷയം ആൾക്കാരായിരുന്നു. നോക്കട്ടെ, വെയിറ്റ് ആൻഡ് മെഷേഴ്സിന്റെ ഫിഗർ ഇവിടെ ഉണ്ടാവും. ബൈനറി സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തത്. ബൈനറി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 1, പിന്നെ 2, അതിന്റെ ഇരട്ടി 4, 8, 16, 32, 64, ആ രീതിയിലുള്ള ബൈനറി സിസ്റ്റം ആയിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആൾക്കാർ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ബീഡ് മേക്ക് ചെയ്യാൻ അറിയായിരുന്നു. മീൻസ് മുത്തുകളൊക്കെ വെച്ചിട്ട് മാലകളൊക്കെ, ഓർണമെന്റ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ അറിയായിരുന്നു. എങ്ങനെ മനസ്സിലായി നമുക്ക്? ഇതിന്റെ എവിഡൻസ് അല്ലെങ്കിൽ ഒരു ബീഡ് മേക്കിംഗ് ഫാക്ടറിന്റെ എവിഡൻസ് ചാൻഹുദാരോ, ലോത്തൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടി. ചാൻഹുദാരോ, ലോത്തൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബീഡിന്റെയും അതുപോലത്തുള്ള സാധനങ്ങൾ, ഓർണമെന്റ്സിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ എവിഡൻസ് കിട്ടി ലോത്തലിൽ നിന്നും. ഇതാണ് ബീഡ്സ്. ഇതാണ് അവർ യൂസ് ചെയ്തിരുന്ന വെയിറ്റുകൾ, വെയിറ്റ് മെഷർമെന്റ്സ് ഇല്ലേ, ഇതാണ് ബ്ലേഡുകൾ യൂസ് ചെയ്തിരുന്ന ആര്? നമ്മുടെ ഹാരപ്പയിലുള്ള ആൾക്കാർ. ഇനി ഫോറിൻ ട്രേഡുകൾ നടത്തിയെന്ന് പറഞ്ഞില്ലേ? മെസോപ്പൊട്ടോമിയയിൽ നിന്ന് ഹാരപ്പൻ സീലുകൾ കിട്ടിയിട്ടുണ്ട്. ഹാരപ്പൻ സീലുകളുടെ പ്രത്യേകത എന്താ? ഇതുപോലുള്ള എന്തെങ്കിലും ഫിഗർ, അത് അതിനകത്ത് പിക്ടോഗ്രാഫിക് ആയിട്ടുള്ള റൈറ്റിങ്ങുകളും അതുപോലെ തന്നെ ആനിമൽസിന്റെ ഒക്കെ ഫിഗറും അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടി? മെസോപ്പൊട്ടേമിയയിൽ നിന്ന് കിട്ടി. അപ്പൊ മനസ്സിലായി, മെസോപ്പൊട്ടേമിയൻ സീൽ ഇവിടെയും കിട്ടി, ഹാരപ്പയിലെ സീൽ അവിടെ നിന്നും കിട്ടി. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്തിരുന്നു? ട്രേഡ് നടത്തിയിരുന്നു. ഇനി ഈ പറയുന്ന മെസോപ്പൊട്ടോമിയക്കാര് നമ്മുടെ ഹാരപ്പയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡസ് വാലിയിലുള്ള ആൾക്കാരെ പറഞ്ഞിരുന്നത് മെലൂഖകൾ എന്നായിരുന്നു. മെലൂഖകൾ എന്നായിരുന്നു. ഓക്കെ, മെലൂഖകൾ എന്നായിരുന്നു. ഇനിയിപ്പോ എന്താ നമുക്ക് നോക്കേണ്ടത്? മെലൂഖ എന്ന് പറഞ്ഞല്ലോ, ട്രേഡ് പറഞ്ഞു. ഇത് കൂടാതെ ഇവര് കുറെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ആര്? ഹാരപ്പക്കാര്. എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്ത? ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഗോൾഡ് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത? അഫ്ഗാനിസ്ഥാനിൽ നിന്നും പേർഷ്യയിൽ നിന്നും KGF-ൽ നിന്നും, കോളാർ ഗോൾഡ് ഫീൽഡിൽ നിന്നൊക്കെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, KGF, പേർഷ്യയിൽ നിന്നൊക്കെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. സിൽവറും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. സിൽവർ എവിടെ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തേ? അഫ്ഗാനിസ്ഥാനിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ കോപ്പർ, നമ്മുടെ K3 മൈനില്ലേ, K3 മൈനിൽ നിന്ന് കോപ്പർ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അറേബ്യയിൽ നിന്നും ഈ പറയുന്ന കോപ്പർ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ടിന്നും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുമായിരുന്നു മെയിൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുമായിരുന്നു മെയിൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് കൂടാതെ ലാപ്പിസ് ലസൂലി, സഫയർ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ഇവർ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു.
ഇതിൽ പ്രധാനമായിട്ട് എക്സ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാ? കോട്ടൺ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. കോട്ടൺ, കാരണം നമ്മൾ പറഞ്ഞില്ലേ കോട്ടൺ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ബീഡ് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. ടെറാക്കോട്ട എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. കോപ്പർ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത? ഇവർക്ക് ഈ പറയുന്ന ഡോക്യാർഡുകൾ ഉണ്ടായിരുന്നു. ഡോക്യാർഡ് എവിടെയാ കാണപ്പെട്ടിരുന്നത്? മെയിനായിട്ട് ലോത്തൽ ഭാഗത്ത് ഡോക്യാർഡ്, കപ്പൽ മാർഗം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഡോക്യാർഡ് ഉണ്ടായിരുന്നു. ലോത്തൽ കൂടി അവർ എന്ത് ചെയ്തു? ട്രേഡ് നടത്തി. ഓക്കെ, സെറ്റ് അല്ലേ? ഒരു ഐഡിയ ഇങ്ങനെ കിട്ടി 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 വരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഐഡിയ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എന്തായി? എന്തൊക്കെയോ പറഞ്ഞല്ലേ? അഗ്രികൾച്ചർ പറഞ്ഞു, ട്രേഡ് പറഞ്ഞു, ടൗൺ പ്ലാനിങ് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഹാരപ്പയുടെ സ്ക്രിപ്റ്റിനെ പറ്റി പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തും വായനയെ പറ്റി പറയാം. ഹാരപ്പയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ അൺഡിസിഫൈഡ് ആയിരുന്നു, ലിപി ഇല്ലാത്തതായിരുന്നു. അതുപോലെ തന്നെ പിക്ടോഗ്രാഫിക് ആയിരുന്നു. മറ്റേ പിക്ചറുകളിലൂടെയായിരുന്നു. പിക്ടോഗ്രാഫിക് ആയിരുന്നു. ദെൻ ബോസ്റ്റോഫ്ഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് വലത്തിൽ നിന്ന് ഇടത്തിലോട്ട് എഴുതക്കത്തക്ക രീതിയിൽ അതായിരുന്നു. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ബോസ്റ്റോഫ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ പോട്ട് ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഈ പോട്ടറിയാണ് നിങ്ങൾക്ക് ഇത് കാണുന്നത്. അവരുണ്ടാക്കിയ പോട്ടറിയാണ് കാണുന്നത്. ഞാൻ ലാസ്റ്റ് എല്ലാ ഇമേജും ഒന്നുകൂടി എടുത്തിട്ട് പറയാം. കാണിച്ചു തരാം ചുമ്മാ. വെയിറ്റ് ചെയ്യും, എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. വെയിറ്റ് ഞാൻ കണ്ട് കുറച്ചും വേണ്ടേ ഉള്ളൂ. അത് എവിടെയാണെന്നൊന്ന് തപ്പണം. അതുകൊണ്ട് വേണ്ടി മാത്രമാണ്. പിക്ടോഗ്രാഫി എവിടെ? പിക്ടോഗ്രാഫിക്ക്. ഇതാണ് കേട്ടോ അവര് മുത്തുകളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഓർണമെന്റ്. എന്താ ഈ സാധനം ഇവിടെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞു പോയോ? ഇല്ല, എവിടെയെങ്കിലും കാണാം, നോക്കാം, നമുക്ക് എടുക്കാം, തപ്പിയെടുക്കാം. ഇതാ. അപ്പോ സ്ക്രിപ്റ്റ് എന്തായിരുന്നു? അൺഡെസിഫൈഡ് ആയിരുന്നു, പിക്ടോഗ്രാഫിക് ആയിരുന്നു. അൺഡെസിഫൈഡ് ആയിരുന്നു, പിക്ചർ മുഖേന ഉണ്ടായിരുന്നു. അവിടെ പിക്ടോഗ്രാഫിക് ആയിരുന്നു. ബോസ്ട്രോഫ് ഡൗൺ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? നമ്മൾ കുറച്ചു മുമ്പ് കണ്ട സീലുകളില്ലേ, ഈ സീലുകളിൽ നിന്ന് നമുക്ക് ഇതിന്റെ എവിഡൻസ് കിട്ടി. സീലുകളിൽ നിന്ന് കുറെ സ്ഥലങ്ങളൊക്കെ സീല് കുഴിച്ചെടുത്തു. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സിമ്പലും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊരു സീലാണ്. പ്രോപ്പറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സീലാണ്. ഇതിനകത്ത് ആനിമലിന്റെ ഫിഗർ കൂടാതെ ഇവിടെ മുകളിലായിട്ട് സിമ്പലുകൾ കാണാം. അങ്ങനെ കാണപ്പെടുന്ന സിമ്പലുകളിൽ ഒന്നൊക്കെയാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് മനസ്സിലായ പിക്ടോഗ്രാഫിക് ആണ് എന്ന് മനസ്സിലായത്. ഓക്കെ, ഐഡിയ കിട്ടിയ? അങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലാതെ വെറുതെ കാണാതെ പഠിച്ചിട്ട് വേറെ ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഇവരുടെ റിലീജിയനിലോട്ട് വരാം. ഇവര് റിലീജിയസ് ആയിരുന്നോ, എങ്ങനത്തെ ഉള്ള ആൾക്കാരായിരുന്നു എന്ന് നമുക്കൊന്ന് ചുമ്മാ നോക്കാം. ഇത് നിങ്ങളൊരു ബേസ് ആക്കി വെച്ചിട്ട് കൂടുതൽ പോയിന്റുകൾ പഠിച്ചു വന്നേ, അല്ലെങ്കിൽ മണ്ടത്തരോ. എവിടെ ഫിഗർ എവിടെ? എനിക്ക് ഫിഗർ ഇല്ലാതെ പഠിപ്പിക്കാൻ ഇത് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് നിങ്ങളിലോട്ട് മനസ്സിലാക്കി തരണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് മാക്സിമം പഠിപ്പിക്കാൻ നോക്കുന്നത്. ഓക്കെ, സെറ്റ്. കിട്ടി. ആ ഇവരുടെ റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ആരുടെ? ഹാരപ്പൻ സൊസൈറ്റിന്റെ റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ സെക്കുലർ സൊസൈറ്റി ആയിരുന്നു. പിന്നെ ഹാരപ്പയിലെ റിലീജിയനെ നമുക്ക് വേണമെങ്കിൽ അനിമിസം എന്ന് പറയാം. ആനിമിസം എന്ന് പറയുമ്പോൾ പ്രകൃതിനെ ആരാധിക്കുന്ന കൂട്ടര്, എങ്ങനെ പറയാം, വർഷിപ്പ് ഓഫ് നേച്ചർ, അതിനെ നമുക്ക് അനിമിസം എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഹാരപ്പൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സേക്രഡ് കാര്യങ്ങളായിട്ടുള്ള റിച്വൽ സ്പോട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അതെന്തായിരിക്കും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക്? മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗ്രേറ്റ് ബാത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അമ്പലക്കുളം പോലത്തെയൊക്കെ സെറ്റപ്പ്. അതെവിടെ നിന്ന് കിട്ടി? മോഹൻജദാരോയിൽ നിന്ന് കിട്ടി.
ഇനി ഇവര് ആരാധിച്ചുകൊണ്ടിരുന്ന എന്തിനേക്ക് ആരാധിച്ചിരുന്നു? മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു. എങ്ങനെ മനസ്സിലായി? ദാ ഇതൊരു മദർ ഗോഡസ് പോലത്തുള്ളതിന്റെ ടെറാക്കോട്ട ഫിഗർ ആണ്. അപ്പൊ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രോട്ടോ ശിവ, പ്രോട്ട പ്രോട്ടോ ശിവേനെ ആരാധിച്ചിരുന്നു. കണ്ട, ഇതാണ് പ്രോട്ടോ ശിവയുടെ സീല്. ഈ നടുക്ക് നിൽക്കുന്നതാണ് ദൈവം പ്രോട്ടോ ശിവ. ഇനി ഈ പറയുന്ന പ്രോട്ടോ ശിവയുടെ സിമ്പലിനകത്ത് വേറെ എന്തൊക്കെ ആനിമൽ ഉണ്ടെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനെ പ്രോട്ടോ ശിവ എന്ന് പറയും, അല്ലെങ്കിൽ പശുപതി സീൽ എന്ന് പറയും. ഓക്കെ, അതിനകത്ത് എലിഫന്റിന്റെ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, റൈനോയുടെ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ടൈഗർ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ബഫല്ലോ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിയർ പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. എലിഫന്റ്, റൈനോ, ടൈഗർ, ബഫല്ലോ, ഡിയർ പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പ്രകൃതി ആരാധനയാന്ന് ഞാൻ പറഞ്ഞു. പീപ്പിൾ ട്രീനെ ആരാധിച്ചിരുന്നു. പീപ്പിൾ ട്രീനെ ആരാധിച്ചിരുന്നു. ഓക്കെ, ഇനി എന്താണ് അടുത്ത് ഇവരെ നമുക്ക് ഐഡിയ കിട്ടിയ? ഫയർ അൽത്താരകൾ. ഫയർ അൽത്താരകൾ കിട്ടി. എവിടെ നിന്ന്? കാലിബഗാനിൽ നിന്നും ലോത്തലിൽ നിന്നും ഫയർ അൽത്താരകൾ കിട്ടി. എവിടെ നിന്ന്? കാലിബഗാനിൽ നിന്നും ലോത്തലിൽ നിന്നും. ഗ്രേറ്റ് ബാത്ത് കിട്ടി. എവിടെ നിന്ന്? മോഹൻജദാരോയിൽ നിന്ന്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? ഇവര് ആഹ് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ആരാധനയും കാര്യങ്ങളും നടത്തിപ്പോന്നിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ ആരാധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ബറിയൽ പ്രാക്ടീസും പറയാം. അതും ഒരു രീതിയിൽ റിലീജിയസ് പർപ്പസ് ആയിരുന്നല്ലോ. അപ്പൊ ഇവര് ഡെഡ് ബോഡീസ് ബറി ചെയ്തിരുന്നു. ഡെഡ് ബോഡീസ് ബറി ചെയ്തിരുന്നു. അത് മെയിനായിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരുന്നു ഡെഡ് ബോഡി വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യത്തില്ലേ, ഡെഡ് ബോഡീസിന്റെ കൂടെ അവരുടെ ബിലോങ്ങിങ്സ് ഒഴുക്കി കളയുക, അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് ഇന്നതാക്കി ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. കൂടാതെ ബോണ്, നമ്മുടെ ഞാൻ പറഞ്ഞു ഹോഴ്സിന്റെ ബോണ് തൂത്തോതയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ഡോഗിന്റെ ബോണ് അതിന്റെ മാസ്റ്ററിന്റെ കൂടെ, ഓക്കെ, ഡോഗിന്റെ ബോണ് അതിന്റെ മാസ്റ്ററിന്റെ കൂടെ റോപ്പ റീജിയനിൽ നിന്ന് കിട്ടി. അതിൽ നിന്നാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. ഇത് കൂടാതെ അവര് മറ്റേ എന്താ പറയാ, കപ്പിൾ ബെയറിങ്, കപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ട്വിൻ ബറിയൽ ചെയ്തിരുന്നു. ട്വിൻ ബറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിലിനെ ഫീമെയിലിനെ ഒന്നിച്ച് ബറി ചെയ്തിരുന്നു. ഓക്കെ, എങ്ങനെ? അതിനാണ് ട്വിൻ ബറിയൽ എന്ന് പറയുന്നത്. അതിന്റെ എവിഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ലോത്തലിൽ നിന്ന് കിട്ടി. ലോത്തലിൽ നിന്ന് കിട്ടി. ഓക്കെ, ലോത്തലിൽ നിന്ന് ട്വിൻ ബറിയലിന്റെ എവിഡൻസ് ലോത്തലിൽ നിന്ന് കിട്ടി. എയ്റ്റിയുടെ കാണിച്ചു തരാം. ഇതാണ് അവർ ബറിയലിന്റെ നമുക്ക് കിട്ടിയ എവിഡൻസ്. ഇനി ഇത് മാത്രമാണോ? കോഫീൻ ബറിയൽ ഉണ്ടായിരുന്നു. ഹാരപ്പയിൽ നിന്ന് കോഫീൻ ബറിയൽ കിട്ടി. കൂടാതെ സിമിത്തേരിയുടെ അവശിഷ്ടങ്ങൾ കിട്ടി. സിമിത്തേരി, ഓക്കെ, നിങ്ങൾ H അല്ലെങ്കിൽ R37 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിമിത്തേരി ആയിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബറിയൽ പ്രാക്ടീസുകൾ. ഓക്കെ, ബറിയൽ പ്രാക്ടീസുകൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് വിചാരിക്കുന്നു. ആർട്ടിലും ക്രാഫ്റ്റിലൊക്കെ ഭയങ്കര എക്സ്പോണന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രോൺസിന്റെ സ്റ്റാച്യൂസ്, അതുപോലെ തന്നെ ബിയേർഡ് മാന്റെ സ്റ്റാച്യു, ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു, ടെറാക്കോട്ട ടോയ്സ്, ഇതെല്ലാം ഇവർക്ക് എവിഡൻസ് ആയിട്ട് കിട്ടിയിരുന്നു. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അവർ ആർട്ടില് കിടിലങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇനി ഇനിയിപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നമുക്ക് സെറ്റ് ആവും. ഇത് തീർക്കാൻ പറ്റും എന്നെ കൊണ്ട്. അടുത്ത ഞാൻ ഇനിയിപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാരപ്പൻ സിറ്റീസും അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് ഇത് വേണമെങ്കിൽ നോക്കി വെച്ചു. ഇത് ആ ഒരു എക്സ്കവേറ്റ് ചെയ്ത സംഭവങ്ങളും എക്സ്കവേറ്റ് ചെയ്ത ആളുടെയൊക്കെ പേരാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചു. ഇനിയിപ്പോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാല് ഞാൻ സ്ഥലങ്ങൾ പറയാം. ഇപ്പൊ ഹാരപ്പ, ഹാരപ്പ എന്നാണ് ഞാനൊന്ന് കമ്പൈൻ ആയിട്ട് എല്ലാം കൂടി പറഞ്ഞത്. ഹാരപ്പയെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? ഹാരപ്പയെന്ന് 6 ഗ്രാനറീസ് കിട്ടി. അതുപോലെ തന്നെ കോഫീൻ ബറിയലിന്റെ കിട്ടി. ഞാൻ പറഞ്ഞ കുറച്ചും പറഞ്ഞ
കോഫീൻ ബറിയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ റെഡ് സാൻഡ് സ്റ്റോൺ ടോഴ്സോ കിട്ടി. റെഡ് സാൻഡ് സ്റ്റോൺ ടോഴ്സോ കിട്ടി. ഓക്കെ, ഇനിയിപ്പോ എന്താ പറഞ്ഞ സ്റ്റോണിന്റെ സിമ്പല് അത് ഫീമെയിലിന്റെ ഓർഗൻ, റിപ്രഡക്റ്റീവ് ഓർഗനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീമെയിൽ ടെറാക്കോട്ട ഫീമെയിൽ സ്റ്റോൺ കിട്ടി, അതിന്റെ സിമ്പല് ഇതൊക്കെ കിട്ടി. ഇനി മോഹൻജദാരോന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ക്യാനറി, ദെൻ ബിയേർഡ് മാന്റെ അവശിഷ്ടങ്ങൾ, ദെൻ അവശിഷ്ടമല്ല മറ്റേ ഫിഗർ, പിന്നെ മദർ ഗോഡസ്, കുറച്ചും വേണ്ടില്ലേ മദർ ഗോഡസിന്റെ പശുപതി, അതിന്റെയൊക്കെ എന്ത് കിട്ടി, പശുപതി മദർ ഗോഡസിന്റെ ഒക്കെ സീല് കിട്ടി. പിന്നെ ഡാൻസിങ് ഗേള്, ബ്രോൺസിന്റെ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു കിട്ടി. അതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടെങ്കിലേ ഞാൻ കാണിച്ചു തരാം. ഇല്ലടേ, ഇല്ല. എന്തോ ഭാഗ്യത്തിന് ഇല്ല. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയെ, ബ്രോൺസ് ഡാൻസിങ് ഗേൾ എക്സ്കവേറ്റഡ് ഫ്രം മോഹൻജദാരോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. പിന്നെ ചാൻഹുദാരോന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സിറ്റേഡൽ ഇല്ലായിരുന്നു. ബുള്ളോക്കാട്ട്, ബ്രോൺസിന്റെ ബുള്ളോക്കാട്ടിന്റെ അവശിഷ്ടം കിട്ടി. ഫാക്ടറി ടൗൺ എന്ന രീതിയിലും അറിയപ്പെട്ടിരുന്നു. ഇനി റോപ്പറിൽ നിന്നാണെങ്കിൽ ഡോഗ് ഹ്യൂമൻ ബറിയൽസ് നമുക്ക് അവിടെ കിട്ടി. ഇതൊരു ടെറാക്കോട്ട ബുള്ളിന്റെ ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ ബുള്ളിനെയൊക്കെ ഇവർക്ക് അറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. നിങ്ങളൊരു ബുക്ക് കൂടി എടുത്തിട്ട് പാലായിട്ട് പഠിക്കണം. ഇനിയിപ്പോ ഇതിന്റെ ഡിക്ലൈൻ എടുത്ത് ഇത്രയും കിടിലമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ എന്തുകൊണ്ട് അധംപതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പേ ഈ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആൾക്കാർക്ക് അറിയാൻ മേലാത്ത ആനിമൽ ഏതാന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോ നമ്മളിപ്പോ കുറെ ആനിമൽ പഠിച്ചു, ടൈഗർ പഠിച്ചു, മണ്ണ് കൊണ്ട് റൈനോ പഠിച്ചു, ഹോഴ്സ് പഠിച്ചു, ഡോഗ് പഠിച്ചു, എലഫന്റ് പഠിച്ചു. ഇത് യൂണിക്കോണ് ആനിമലാണ്, അതിനെ അറിയാന്ന് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് അറിയാൻ മേലാത്ത ഏതെന്ന് നിങ്ങളുടെ ക്വസ്റ്റിന് വരാൻ പോകുന്നത്. ഇനി ഇത്രയും കിടിലമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ എങ്ങനെയാണ് പെട്ടെന്ന് നിലംപതിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ കൺക്ലൂസീവ് എവിഡൻസ് വി ഹാവ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമ്മളെ ഇല്ല. പല ആൾക്കാരും പല കാര്യങ്ങൾ പറയുന്നു, അത് മാത്രമാണ് വരുന്നത്, അതായത് കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല. ഇനി എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ കൊണ്ട് ഇത് അധപ്പതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആര്യന്മാരുടെ ഇൻവേഷൻ കാരണമാണെന്ന് പറയപ്പെടുന്നു. രണ്ട്, എക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ആണെന്ന് പറയപ്പെടുന്നു. 3, മഴ കുറവായിരുന്ന കാരണം ആൾക്കാർ പോയി, റെയിൻഫോൾ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവര് നദീതീരത്തായിരുന്നല്ലോ, സിന്ധു നദീതടമായിരുന്നല്ലോ, അവിടെ ഫ്ലഡ് ഉണ്ടായ കാരണം ആൾക്കാർ മൊത്തം ചത്തുപോയി, അങ്ങനെയൊക്കെയാണെന്ന് പറയപ്പെടും. അതുപോലെ തന്നെ റിവർ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, ചേഞ്ച് ഇൻ റിവർ കോഴ്സ്. അത് കാരണം ഈ റിവറിനെ ബേസ് ചെയ്തു ഇവര് കൃഷിയും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതിങ്ങനെ റിവർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ കൃഷി അവർക്ക് പറ്റിയില്ല. അത് കാരണം എന്ത് പറയാ, അരിഡിറ്റി ഉണ്ടായി, അങ്ങനെ മരിച്ചുപോയെന്ന് പറയപ്പെടുന്നു. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നാച്ചുറൽ കലാമിറ്റി കാരണം മരിച്ചു, ഇല്ലാണ്ടായി, എർത്ത് വേക്ക് കാരണം ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പോസിബിൾ തിയറീസ് ആയിട്ട് പറയുന്നത്. അല്ലാതെ കറക്റ്റ് ആയിട്ടൊരു ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് നമുക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി പറയാനുള്ളത്. ഇത് മാത്രമല്ല, അപ്പൊ നിങ്ങൾ ഇതിൽ കൂടുതൽ ഡേറ്റ എടുത്ത് പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം, രക്ഷപ്പെടണം. ഓക്കെ.